ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പരിപാടി എന്നല്ലേ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു പോർഷനാണ് കേട്ടോ. ഇവിടെ ഞാൻ നല്ല ക്രമീകരിച്ച് ചെടിച്ചട്ടിയിൽ ചെടികളൊക്കെ വെച്ചിരുന്നു. പക്ഷേ ഒരു മാസത്തോളം എനിക്ക് സുഖമില്ലാതെ ഞാൻ ഇതൊന്നും കെയർ ചെയ്യാതെ വെള്ളവും ഒഴിക്കത്തില്ല, പുല്ലൊന്നും പറിച്ച് കളയത്തില്ല, അങ്ങനെ ഇരുന്ന് സൂക്ഷിക്കാതെ ഇരുന്ന് ഇത് മൊത്തം കാട് കയറിയതുപോലെയായി, നല്ല വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണേ. എന്തായാലും ഇത് മുഴുവനും കൂടെ എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ടൊന്നും വൃത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഓർത്തു കുറേ മണി പ്ലാന്റ് നിൽപ്പുണ്ട്, പല ചെടിച്ചട്ടിയിലായിട്ട് അപ്പോഴപ്പോഴായിട്ട് കട്ടിങ്സ് കിട്ടുന്നത് ഞാൻ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മണി പ്ലാന്റ്സ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീടിനകത്ത് സ്റ്റെയർ കേസ് ദണ്ട് ഈ ഒരു രൂപത്തിലാണ് ഇരുന്നത് കേട്ടോ. ആ സ്റ്റെയർ കേസിൽ ഓരോ സ്റ്റെപ്പിലും ഞാനൊരു ചെറിയ പ്ലാന്റ്, മണി പ്ലാന്റും ഇരിപ്പുണ്ട്, ലക്കി ബാമ്പും ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഇതൊക്കെ കൂടെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം സെറ്റ് ആവുമോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പഴയതുപോലെ പുറത്ത് കൊണ്ടുപോകേണ്ട വരും. എന്തായാലും ഞാനിവിടെ ഓരോ സ്റ്റെപ്പിലും ഓരോന്ന് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പുറത്ത് വെച്ചിരുന്ന കാരണം ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ പെട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തൂത്ത് കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് അകത്ത് കൊണ്ടുവെക്കാവേ. എനിക്ക് തോന്നുന്നു ഈ ചെടിപ്രാന്തുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എന്തായാലും ഞാനിങ്ങനെ, അതായത് കുറച്ച് ദിവസം ഒരു പ്ലാന്റ് ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ പിന്നെ നമുക്കത് അവിടെ ഇഷ്ടപ്പെടത്തില്ല. അവിടെ നിന്ന് എവിടെന്നെങ്കിലും മാറ്റി കുറച്ച് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് വേറെ ഏതെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. എനിക്കൊന്നും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ, എന്നാലല്ലേ അതിനൊരു പുതുമയുള്ളൂ. അല്ല എന്നെന്നും ഒരേ സ്ഥലത്ത് ഒരേ പ്ലാന്റ് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ മടുത്തു പോകും. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ നല്ലതല്ലേ. പിന്നെ ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടല്ലോ, ഇങ്ങനത്തെ ചെടിച്ചട്ടിയെല്ലാം ഞാൻ ഹാങ് ചെയ്തിട്ടിരുന്നതാണ് കേട്ടോ. പക്ഷേ എന്താണെന്നറിയത്തില്ല, 2 എണ്ണം ഹാങ് ചെയ്തിട്ടിരുന്ന് പൊട്ടി താഴെ വീണു. അതവിടെ തന്നെ പിന്നെ അങ്ങ് ഇരിപ്പായി. അതാ ഞാനിപ്പോൾ എടുത്ത് അകത്ത് കൊണ്ട് വെച്ചേക്കുന്നത്, അതിലൊരെണ്ണം. പിന്നെ ഇതും അതുപോലെ തന്നെ താഴെ വീണതാണ്. പക്ഷേ വള്ളിയൊക്കെ ഇങ്ങനെ നല്ല നീണ്ട് കിടക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അത് സെറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. ഞാനോർത്തു എല്ലാം വെച്ച് കഴിയുമ്പോൾ കുളമാവുമെന്ന്. പക്ഷേ എനിക്ക് ഓരോന്ന് വെക്കുമ്പോഴും അത് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എന്തായാലും സെറ്റ് ആവുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. അവസാനം വരെ വീഡിയോ ഒന്ന് കാണണേ, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. എവിടെ ഇരിക്കുന്നതാണ് നല്ലത്, സ്റ്റെപ്പേലാണോ അല്ല പുറത്താണോ അല്ല വേറെ എവിടെയെങ്കിലും വെക്കണമെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഞാൻ എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി. അപ്പം കണക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. ഒരു ചെടിച്ചട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സ്റ്റെപ്പ് മുഴുവനും വെക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു വെളിയിൽ എന്തേലും ചെടിച്ചട്ടി ബാലൻസ് ഉണ്ടെങ്കിൽ അതിലും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് ഒരു ചെടിച്ചട്ടിയും കൂടെ സെറ്റാക്കി എടുത്തുകൊണ്ട് വരാവേ. ഈ ചെടിച്ചട്ടിയിൽ ഞാൻ ഹാങ്ങിങ് പ്ലാന്റ് ഇട്ട് വെച്ചിരുന്നതാണ്. ഇതിൻ്റെയും വള്ളി പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് മണി പ്ലാന്റ്സും കൂടെ, അതായത് ഞാൻ താഴെ വെച്ചിരുന്നിടത്തുനിന്ന് മണി പ്ലാന്റ് അതിങ്ങനെ പടർന്ന് താഴെ തന്നെ കുറേ ഇടത്ത് നിൽപ്പുണ്ട്. അതൊക്കെ കൂടെ പറിച്ച് നമുക്കിതിനകത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കാവേ. കുറച്ച് മുമ്പേ മഴ പെയ്തതേ ഉള്ളൂ കേട്ടോ. അത് കാരണം ഈ മണ്ണൊക്കെ ഇങ്ങനെ ചെളിയായിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, ഈ മണി പ്ലാന്റ് എല്ലാം ആ ചെടിച്ചട്ടിയിലെന്ന് ഇങ്ങനെ പടർന്ന് അതിൻ്റെ വേരൊക്കെ ഈ ചുവരയിലൊക്കെ ഒട്ടിപ്പിടിച്ച് നല്ല ബലത്തിൽ നിൽപ്പുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഈ ചെടിച്ചട്ടിയിലൊന്ന് നട്ടു കൊടുക്കാവേ. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ മണി പ്ലാന്റ് എങ്ങനെയാണ് നടണ്ടേന്ന്. മണി പ്ലാന്റിന് ഒരു ലീഫും ഒരു കുറച്ച് തണ്ട് മാത്രം മതി, നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അത്ര മാത്രം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വേര് പിടിച്ചോളും. പിന്നെ അതിങ്ങനെ വള്ളി പോലെ നീണ്ടു വരും. ഇപ്പം ഞാൻ ഒരു 2-3 തണ്ട്, ചെറിയ തണ്ടാണ്, അത് ധാരാളം മതി ഈ ഒരു ചെറിയ ചെടിച്ചട്ടിക്ക്. എന്തായാലും ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കൊന്നും സാധാരണ എല്ലാവർക്കും പൂച്ചെടികളോടാണ് താല്പര്യമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇലച്ചെടികളോടാണ് താല്പര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പൂച്ചെടികൾ പൂ ഉള്ളപ്പോൾ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ പൂ ഇല്ലാത്തപ്പോൾ അത് കാണാനൊരു രസവും കാണത്തില്ല. പക്ഷേ ഈ ഇലച്ചെടികളുണ്ടല്ലോ, എന്ന് നോക്കിയാലും അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് കാരണം എനിക്ക് എന്തായാലും ഈ ഇലച്ചെടികളോടാണ് താല്പര്യം. അത് കാരണം ഞാൻ അധികം പൂച്ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കാറില്ല. മാക്സിമം എനിക്ക് കിട്ടുന്നത് ഇലച്ചെടികളിനെ ഞാൻ സംരക്ഷിക്കാറാണ് ചെയ്യുന്നത്. പിന്നെ പൂച്ചെടികൾ അങ്ങനെ ഉപേക്ഷിക്കത്തില്ല, ഇഷ്ടമാണ്. എന്നാൽ കൂടുതലും ഒരിഷ്ടം ഇങ്ങനത്തെ ചെടികളോടാണ്. സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, പലതും പല രീതിയിലുള്ള ചെടിച്ചട്ടികളാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചുമ്മാ വയ്ക്കുന്നതുകൊണ്ട് ഒരു രസം കാണത്തില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സെയിം ആയിട്ടുള്ളത് ഒരുമിച്ചും ബാക്കിയുള്ളതൊക്കെ ഒരുമിച്ചും അങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. അതുപോലെ ഞാൻ ഓൾറെഡി ഇവിടെ സ്റ്റെപ്പിൽ വെച്ചിരുന്ന ചെടിച്ചട്ടികളും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ 2 എണ്ണം ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാകെപ്പാടെ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ലക്കി ബാമ്പു ആണ് കേട്ടോ. ബാക്കിയെല്ലാം
മണി പ്ലാന്റ് ആണ്. അതിലും ഈ ഒരു ചെറിയ ഈ ബ്ലാക്ക് കളറിലുള്ളത് വെള്ളമാണ് ഒഴിച്ച് വെച്ചേക്കുന്നത്. അവൻ്റെ ഒരു ഉണ്ടിയലായിരുന്നു, പിഗ്ഗി ബാങ്ക് ആയിരുന്നു, അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചതാണ് അത്. അപ്പോൾ എങ്ങനെയുണ്ട്, സെറ്റായിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.